നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എണ്ണവില കുതിച്ചുയരുന്നു. ലോകം പരിഭ്രാന്തിയിൽ തന്നെ. ഹോർമസ് കടലിടുക്ക് തുറക്കാൻ 7 രാജ്യങ്ങളോട് ട്രംപിൻ്റെ അഭ്യർത്ഥന. 7 രാജ്യങ്ങളോടാണ് യുദ്ധക്കപ്പലുകൾ അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർണായകമായ ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നാറ്റോ നിന്നില്ല എങ്കിൽ ഭാവിയിൽ നാറ്റോയ്ക്കൊപ്പം അമേരിക്ക ഉണ്ടാവില്ല എന്ന് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ 1/5% ഒഴുകുന്ന ഹോർമസ് കടലിടുക്ക് സ്വതന്ത്രമാക്കുകയാണ് അമേരിക്കയുടെ അടിയന്തര ലക്ഷ്യം. കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വലിയ ഒരു വിശാല സഖ്യത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് എന്ന ഷിപ്പിംഗ് ചാനൽ അമേരിക്കയ്ക്ക് ആവശ്യമില്ല. എന്നാൽ കടലിടുക്ക് ആവശ്യമുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ യുദ്ധമെന്ന് ട്രംപ് പറയുന്നു. ചൈനയ്ക്ക് ലഭിക്കുന്ന എണ്ണയുടെ 90% കടന്നു പോകുന്നത് ഹോർമസ് കടലിടുക്കിലൂടെ. അമേരിക്കയ്ക്ക് എണ്ണ ഇടപാടിലൂടെ ഏറ്റവും കുറഞ്ഞ തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. മറ്റു രാജ്യങ്ങളുടെ സൈന്യം ഞങ്ങൾക്കൊപ്പം ചേർന്നാൽ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ അവർക്കൊപ്പം പ്രവർത്തിക്കും. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളോട് ട്രംപ് സഹായം അഭ്യർത്ഥിക്കുന്നു. യുഎസിന്റെ സഖ്യകക്ഷികൾ കപ്പൽപാത തുറക്കുന്നതിൽ സഹായിച്ചില്ല എങ്കിൽ നാറ്റോയുടെ ഭാവി വളരെ മോശമായിരിക്കുമെന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഈ മാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്താനിരുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ചയും അനിശ്ചിതമായി വൈകുന്നു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നുപോകുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇപ്പോഴും അതിശക്ത ആക്രമണങ്ങൾ തുടരുന്നു. ഇറാനെ ചുട്ടരിക്കുമ്പോഴും ഹോർമസ് കടലിടുക്ക് നിശ്ചലമാക്കാൻ ഇറാന്റെ IRGCക്ക് കഴിയുന്നു എന്നതാണ് ഏറെ പ്രത്യേകത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രംപിന്റെ അതിതീവ്രമായ ലോബിംഗ്. എന്നിട്ടും മറ്റു രാജ്യങ്ങളൊന്നും ഹോർമസ് കടലിടുക്ക് തുറക്കാനുള്ള യുദ്ധത്തിൽ പങ്കുചേരാൻ വിസമ്മതിക്കുന്നു. സൂക്ഷ്മതയോടെയാണ് മിക്ക രാജ്യങ്ങളുടെയും പ്രതികരണം. ഹോർമസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടാൽ ഈ യുദ്ധം വ്യാപിക്കുമെന്ന ഭയമാണ് മിക്ക രാജ്യങ്ങൾക്കും. ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഓരോ ദിവസവും കാണുന്നു. എന്നാൽ അമേരിക്ക പുലിവാല് പിടിച്ചതുപോലെയായി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നത്. എത്ര ആക്രമിച്ചിട്ടും വീഴാതെ നിൽക്കുന്ന ഇറാൻ, മറുവശത്ത് ഹോർമസ് കടലിടുക്ക് പോലും തുറക്കാൻ കഴിയാതെ അമേരിക്കയും ഇസ്രയേലും എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യം മറുവശത്ത്. യൂറോപ്പ്, ഇന്ത്യ, ഏഷ്യ എന്നിവിടങ്ങളിലെ പങ്കാളികളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് മുമ്പ് രാജ്യങ്ങളുമായി തങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ ഫ്രാൻസിന്റെ പ്രതികരണം വ്യക്തമാണ്. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ മാത്രമേ അതിനുള്ള സാധ്യത തുറക്കൂ എന്നാണ് ഫ്രാൻസിന്റെ നിലപാട്. ഇതിനിടയിൽ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡെഫുൾ ഒരു പ്രതികരണം നടത്തി. ട്രംപിന്റെ ടെലിഫോൺ കോളിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നമ്മൾ ഉടൻ തന്നെ ഈ പോരാട്ടത്തിൽ സജീവ പങ്കാളിയാകുമോ ഇല്ല എന്നാണ് ജർമ്മനി തീർത്തു പറഞ്ഞത്. ജർമ്മനിയുടെ പ്രതികരണം വ്യക്തമാണ്. ഹോർമസ് കടലിടുക്കിലേക്ക് ഞങ്ങൾ ഒരു കപ്പൽ അയക്കില്ല. അതെത്രത്തോളം അവിശ്വസനീയമാം വിധം പ്രധാനമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിന് ഞങ്ങൾ ഇപ്പോൾ മുതിരില്ല. ഇറാനുമായുള്ള യുദ്ധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. യുദ്ധം 3 ആഴ്ച വരെ നീണ്ടു നിൽക്കും എന്ന് ഇസ്രയേൽ പ്രതികരിക്കുന്നു. ഇറാൻ നശിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നു. നമ്മളിപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇറാൻ പുനർനിർമ്മിക്കാൻ അവർക്ക് 10 വർഷമോ അതിലധികമോ വേണ്ടിവരും. തങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി വഴി തേടി നിരവധി രാജ്യങ്ങൾ ഇറാനെ സമീപിച്ചുവെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറയുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം കപ്പലുകളെ കടന്നുപോകാൻ തങ്ങൾ അനുവദിച്ചു എന്ന നിലപാടും ഇറാൻ പ്രഖ്യാപിച്ചു. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒഴികെ മറ്റെല്ലാവർക്കും കടലിടുക്ക് തുറന്നു തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്നാണ് ഇറാന്റെ നിലപാട്. ഇതുവരെയുള്ള യുദ്ധത്തിനിടയിൽ ഇതുവരെ ടെഹ്റാൻ അമേരിക്കയുമായി ഒരു സന്ധി സംഭാഷണത്തിന് മുതിർന്നില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഇസ്രയേലുമായി തങ്ങൾ നടത്തുന്ന യുദ്ധത്തിൽ ഇതുവരെ ടെഹ്റാൻ ഒരു വെടിനിർത്തലിനായി അഭ്യർത്ഥിച്ചിട്ടില്ല. വാഷിംഗ്ടണുമായി ഒരുവിധ ചർച്ചകളും ഇതുവരെ ഇറാൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. എത്ര കാലം വേണമെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പിന്നെന്തിനാണ് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് തങ്ങൾ കടക്കുന്നത്? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അതിജീവന യുദ്ധമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം സ്ഥിരവും ശക്തവുമാണ്. ഇറാന്റെ ഏറ്റവും ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഇപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടുവെന്നാണ് അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അരഗ്ചി പറയുന്നത്. ഇറാന്റെ 440 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം, അതാണ് ലോകം ഭയപ്പെടുന്നത്, പ്രത്യേകിച്ച് അമേരിക്ക.
നേരത്തെ റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് കടത്തി അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്ന വാഗ്ദാനം അമേരിക്കയ്ക്ക് നൽകിയിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇതുവരെ ശക്തമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്ക കടന്നിട്ടില്ല എന്ന് ട്രംപും പ്രതികരിക്കുന്നു. ലോകമാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഇറാൻ ലോക നേതാക്കൾക്ക് ഇതുവരെ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും ഇറാൻ പ്രസിഡന്റുമായും ബന്ധപ്പെടാൻ കഴിയുന്നു. ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളിലൂടെ ഇറാൻ കടന്നുപോകുമ്പോഴും അത്ഭുതകരമായ ഈ നയതന്ത്രം എങ്ങനെ ഇപ്പോഴും സാധ്യമാക്കുന്നു ഇറാൻ? നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴും ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ്. അയൽക്കാർക്കെതിരെ തങ്ങൾ നടത്തിയ നൂറുകണക്കിന് ആക്രമണങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി ന്യായീകരിച്ചു. ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന വാദമാണ് ഇപ്പോഴും ഇറാൻ ഉയർത്തുന്നത്. UAE-യിലേതടക്കം വിമാനത്താവളം, ലാൻഡ്മാർക്ക് ഹോട്ടലുകൾ, സാമ്പത്തിക കേന്ദ്രം ഉൾപ്പെടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരെ ഇറാൻ മിസൈലുകൾ തൊടുത്തിരുന്നു. എന്നിട്ടും ഇറാൻ പറയുന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്കും അവരുടെ സേനാ താവളങ്ങൾക്കും മാത്രമാണ് തങ്ങൾ നാശനഷ്ടം വരുത്താൻ ഉദ്ദേശിച്ചത് എന്ന്. പടിഞ്ഞാറൻ ഇറാനിലെ ഹമൂദാൻ പ്രദേശത്ത് ഇന്നലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെയും ബാസിജ് അർദ്ധ സൈനിക സേനയുടെയും നിരവധി ആസ്ഥാനങ്ങൾ ആക്രമിച്ച് തകർത്തിരുന്നു ഇസ്രയേൽ. വലിയ യുദ്ധതരംഗമാണ് മേഖലയിൽ ഇന്നലെ ഉണ്ടായത്. പശ്ചിമേഷ്യയിലെ US കേന്ദ്രങ്ങളെ ഇപ്പോഴും അമേരിക്ക സുരക്ഷിതമായി നിർത്തുന്നു. വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പശ്ചിമേഷ്യ സുരക്ഷിതമാക്കാൻ അമേരിക്ക ഒരുക്കിയിരിക്കുന്നത്. പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ മിക്ക രാജ്യങ്ങൾക്കും സുരക്ഷ നൽകാൻ അമേരിക്ക ഒരുക്കിയിരിക്കുന്നു. ഇതാദ്യമായി ഇന്നലെ സെജ്ജിൽ മിസൈൽ ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നു. ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത കര ഇന്ധനം ഉപയോഗിക്കുന്ന വലിയൊരു മിസൈലാണിത്. 2000 കിലോഗ്രാം ദൂരപരിധി, 700 കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനമാണിത്. എന്നാൽ ഉയർന്ന ഉയരത്തിൽ ദിശ മാറ്റി സഞ്ചരിക്കാനുള്ള കഴിവാണ് ഈ മിസൈലിനെ അതിൻ്റെ പ്രത്യേകതയിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡാൻസിംഗ് മിസൈൽ എന്നറിയപ്പെടുന്നു. അയൺ ഡോം പോലുള്ള മിസൈൽ സംവിധാനങ്ങളെ കബളിപ്പിച്ച് കൃത്യതയോടെ ആക്രമണം നടത്താൻ ഈ ഡാൻസിംഗ് മിസൈലുകൾക്ക് കഴിയുമെന്ന അവകാശവാദം നേരത്തെ ഇറാൻ ഉയർത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കുക എന്ന ആശയം മുൻനിർത്തി ആ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ 7 രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ച ട്രംപ് ഏറ്റവും ഒടുവിൽ ചില സമവായങ്ങളിലെത്തുന്നു. യുദ്ധം കലുഷിതമായി മേഖലയിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ വിവിധ രാജ്യങ്ങളുടെ നാവികസേനകളുടെ അകമ്പടി നൽകുക എന്ന ഏറ്റവും ഒടുവിലത്തെ തന്ത്രത്തിലേക്ക് ട്രംപ് മറ്റു രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ട്രംപുമായി സംഭാഷണം നടത്തി. ചൈന ഈ നീക്കത്തിൽ സഹകരിക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ബുദ്ധിപൂർവം ചൈന ഇപ്പോഴും മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ഒരു വശത്ത് ഇറാനിൽ US ആക്രമണം തുടരുമ്പോൾ മറുവശത്ത് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സൈനികമായി അട്ടിമറിക്കുമെന്ന സൂചന വീണ്ടും ട്രംപ് നൽകി. ക്യൂബയുമായി അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ദ്വീപ് രാഷ്ട്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു കരാറിലെത്തും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഞങ്ങൾ ക്യൂബയുമായി സംസാരിക്കുന്നു, പക്ഷേ ക്യൂബയ്ക്ക് മുൻപ് ഇറാനിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സൈനികമായി അമേരിക്ക അട്ടിമറിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശക്തമാക്കുന്നു. ഈ വാരാന്ത്യത്തിൽ ക്യൂബയിൽ റാലികൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മൊറോൺ നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിന് നേർക്ക് കല്ലെറിഞ്ഞു. അവിടെ കമ്മ്യൂണിസ്റ്റ് ഓഫീസുകൾ കത്തിച്ചെറിയുന്നു. 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ക്യൂബയുമായി അമേരിക്ക ഒരു കഥ കേൾക്കാൻ 50 വർഷമായി കാത്തിരിക്കുകയാണെന്ന് ട്രംപ് പറയുന്നു. ഫ്ലോറിഡ തീരത്ത് നിന്ന് വെറും 90 മൈൽ, അതായത് 145 കിലോമീറ്റർ അകലെയുള്ള ദ്വീപിലെ സാധ്യമായ ഒരു ഭരണ മാറ്റ പദ്ധതിയാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം US സമ്മർദ്ദത്തിനെതിരെ നിലകൊണ്ടിരുന്നു. എന്നാൽ വെനിസ്വേലയിൽ നേടിയ വിജയത്തിന് ശേഷം ഇപ്പോൾ ഇറാന് നേർക്ക് നടക്കുന്ന ആക്രമണങ്ങൾ, അതിനുശേഷം വീണ്ടും ട്രംപിന്റെ ശ്രദ്ധ ക്യൂബയിലേക്ക് തിരിയുമോ? എളുപ്പമെന്ന് കരുതിയ ഇറാൻ യുദ്ധം ദുഷ്കരമായി തീരുന്നു. അതിലപ്പുറം ഹോർമുസ് കടലിടുക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നു. എത്ര ആക്രമിച്ചിട്ടും മാരകമായ ബോംബുകൾ വർഷിച്ചിട്ടും ഇതുവരെ ഭരണകൂടം നിലം പൊത്തുന്നില്ല. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ തല പുകഞ്ഞു നിൽക്കുകയാണ് അമേരിക്ക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.